ഞാനും അതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞു. ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. ഞാൻ ആകെ ടയർഡായി. എങ്കിലും നമ്മളിപ്പോൾ മെട്രോ വരും, മെട്രോ കയറാൻ വേണ്ടി പോവുക. മെട്രോ കയറി നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റുള്ള ദിവസമാണ്. അപ്പോൾ ഇന്നൊന്ന് മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിക്കുക. എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് മാർക്കറ്റുണ്ട്. വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം നമുക്ക് വില കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് എത്ര ടയർഡാണെങ്കിലും എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ മാർക്കറ്റിൽ പോകാറുണ്ട്. അങ്ങനെ ഞാൻ മെട്രോ കയറി, മെട്രോ ഇപ്പോൾ ഇറങ്ങി വീട്ടിലോട്ട് നടന്നു പോവുക. അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ട തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അവിടുന്ന് പാലും സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞാനിത് മാർക്കറ്റിലെത്തി. മാർക്കറ്റിൽ നോക്കി ഒരു നല്ല ഇത് കണ്ടു. ഞാനൊന്ന് പോയി നോക്കി. ഒത്തിരി നമ്മൾ വീട്ടിലോട്ട് ഇങ്ങനെ ആവശ്യമുള്ള ഫോട്ടോസോ ലൈറ്റുകൾ അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, നോക്കി നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ. ലൈറ്റുകൾ കറങ്ങുന്നു, ഫ്ലവർ വേഴ്സുകൾ. അവിടെ വരുന്ന ആൾക്കാരെല്ലാം പറയുന്നതനുസരിച്ച് അവരെടുത്ത് കാണിക്കുമോ ഓരോ പ്രതിമകൾ. നല്ല ഭംഗിയുള്ള ഓരോ പ്രതിമകളാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല സൈസ് ബുദ്ധൻ്റെ പ്രതിമകൾ ഇതുണ്ടോ. ഇങ്ങനെ കൊക്കുകൾ, അയാളുടെ കയ്യിലിരിക്കുന്ന ആന, അങ്ങനെയൊക്കെ ഒത്തിരി പ്രതിമകളൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പൊക്കെ. ഇത് കണ്ടോ, വാതിലിന് മുകളിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന സാധനങ്ങൾ. ഇതൊക്കെ കാണാൻ നല്ല സൂപ്പർ, നല്ല അടിപൊളി, നല്ല ഡിഫറെൻറ്റ് കളറായിട്ടൊക്കെ കിടക്കുന്നത്. മിക്സഡ് കളറായിട്ടൊക്കെ കാണാൻ നല്ലൊരു അട്രാക്ഷനായിരുന്നു. നമ്മൾ ദൂരെ ഒന്ന് നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മളവിടെ അടുത്ത് പോയി നോക്കിയത് എന്താണെന്ന്. അത്രയും ഭംഗിയായിരുന്നു കാണാൻ. ഫോട്ടോസൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. അവിടെ വാൽക്കണ്ണാടികളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്യൂട്ടി പാർലറിലൊക്കെ വെക്കുന്ന സൈസ് നല്ല ഭംഗിയുള്ള കണ്ണാടികളൊക്കെ ആയിരുന്നു. അവരിപ്പോൾ എടുത്തു നോക്കുന്നത് ഒരു കണ്ണാടിയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ പേഴ്സാന്ന് തോന്നുമായിരുന്നു. അത് അവിടെ വാൽക്കണ്ണാടി. അവിടെ ബുദ്ധൻ്റെ പ്രതിമ കാണാം. ചെറിയ പ്രതിമ, അല്ലാണ്ട് വലിയ പ്രതിമ അവരുടെ അടുത്ത് ഞാൻ കണ്ടായിരുന്നു നേരത്തെ. അവരെടുത്ത് കാണിക്കുന്നുണ്ട്. ആ പുറകിലിരിക്കുന്ന എല്ലാം പ്രതിമകൾ. ഇത് കണ്ടോ, സ്റ്റെയർ കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന വലിയ ഫോട്ടോസുകൾ. അങ്ങോട്ടെല്ലാം ഫോട്ടോസുകളാണ്. എനിക്കത് ഓരോന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇത് അടിപൊളിയല്ലേ. ഇതുണ്ട് ആമയൊക്കെ നല്ല. ഇതിലേറ്റവും ഭംഗിയായിട്ട് തോന്നിയത് കണ്ടോ, കുഞ്ഞുവാവുകൾ തലയാട്ടുന്നത്. അത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. എങ്ങനെയുണ്ട് കണ്ടിട്ട്? നല്ല ഭംഗിയില്ലേ കാണാനല്ല. പിന്നെ എല്ലാവരും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്നൊക്കെ. എനിക്കിതെല്ലാം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. നമ്മളെ വീട് നല്ല ഭംഗിയാക്കാൻ ഇതിനകത്ത് ഈ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് പേഴ്സുകളൊക്കെ നല്ല ഭംഗിയുള്ള ചെറിയ പേഴ്സുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു. പിന്നെ കുഞ്ഞുവാവുകൾ തലയാട്ടുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ എല്ലാവർക്കും.